ഈ വീഡിയോ കാണുന്ന നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോയ കാര്യങ്ങൾ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ കൊച്ചിയിലുണ്ട്. വാ കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തു. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. വാ. നമ്മുടെ കൂടെയുള്ളത് സൈക്കോളജിസ്റ്റ് റിനു അശോകാണ്. എന്താണ് ഈ ടെസ്റ്റ് എന്നുള്ള കാര്യം ഒന്ന് പറയാമോ? ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. നമ്മൾ SWOT അനാലിസിസ് എന്ന് പറയും. നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഏത് പ്രായക്കാർക്കായിരിക്കും ഇത് ശരിക്കും? നമ്മളിതൊരു 4.5 വയസ്സ് മുതൽ മുകളിലോട്ട് ഏത് പ്രായക്കാർക്കും എടുക്കാറുണ്ട്. നമ്മൾ ആരായി തീരണമെന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ പൊട്ടൻഷ്യൽ ഏതിലാണ് കിടക്കുന്നതെന്ന് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. അതനുസരിച്ചുള്ള ഒരു ഗൈഡൻസിലൂടെ നമുക്ക് പ്രോപ്പർ ഒരു കരിയർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച് SLC അല്ലെങ്കിൽ ഒരു പഠനം കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണമെന്ന് പല അമ്മമാർക്കും ഒരു കൺഫ്യൂഷൻ. ഒരുപാട് പേര് സമയവും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി പവർ ആണെങ്കിലും ഒക്കെ റോങ് സ്ഥലത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടാറുണ്ട്. ഇപ്പൊ MBBS താല്പര്യമില്ലാത്ത കുട്ടിയെ കൊണ്ടുപോയിട്ട് MBBS ആയിട്ടുള്ള പാരന്റ്സ്, ഡോക്ടേഴ്സ് ആയിട്ടുള്ള പാരന്റ്സ് കൊണ്ട് MBBS ചേർത്ത് ആ കുട്ടിക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഒരു 2-2.5 വർഷം കഴിഞ്ഞ് ഒന്നും പാസ്സാവാണ്ടാവുമ്പോൾ ഭാവി തന്നെ നശിച്ചു പോവാ. ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ഏതായിരിക്കും ആ കുട്ടിക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ബ്രെയിനിൽ ഏതൊക്കെ പൊട്ടൻഷ്യൽ ആസ്പെക്ട്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്നും വീക്ക്നെസ് സൈഡ്സ് ഏതൊക്കെയാ ഉള്ളതെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് ഒരു റൂട്ട് മാപ്പ് കിട്ടുന്ന പോലെയാണ് നമുക്ക് ഏത് കരിയർ സെലക്ട് ചെയ്യണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ സ്റ്റഡീസിനെ കൊണ്ടുപോകേണ്ടത്, ലേണിംഗ് മെത്തേഡ്സ് ഏതൊക്കെയായിരിക്കണം എന്നുള്ളത് കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനും അറിയാൻ പറ്റും. ഈവൻ നമ്മുടെ സ്വഭാവത്തിലുള്ള ബിഹേവിയറൽ പേഴ്സണാലിറ്റി ആസ്പെക്ട്സിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് ഞാനൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നതൊക്കെ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാം. മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ കോപ്പിംഗ് മെക്കാനിസംസ് പറഞ്ഞുതരാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പൊ ഏതൊരു സ്വഭാവ വൈകല്യം ഒരാൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മോഡിഫിക്കേഷൻസ് എപ്പോഴും മനുഷ്യന്റെ ബ്രെയിനിന് സാധ്യമാണ്. അതാണ്, വണ്ടി മാത്രമല്ല മോഡിഫൈ ചെയ്യാനുള്ള, ഒരു മനുഷ്യനെ മോഡിഫൈ ചെയ്തെടുക്കാം. അതിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ സത്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് വരുന്നത്? ഇത് 2 രീതിയിലുണ്ട്. ഒന്നൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ്സും ബ്രെയിൻ ലോബ്സ് കണക്റ്റഡ് ആണ്. സോ ഫിംഗർ പ്രിന്റ്സ് വെച്ചിട്ടും ഒരു ടെസ്റ്റ് ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്ന ആൾക്കാർക്കും ചെയ്യാറുണ്ട്. നമ്മുടെ അടുത്ത് ഒരു 58-60 ഇയേഴ്സ് ഉള്ള ആൾക്കാർ വരെ വന്ന് ചെയ്തിട്ടുണ്ട്. കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഓപ്പണിംഗിൽ ചാൻസ് ഉണ്ടോ, ലൈക്ക് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്. അതെ. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവർക്ക് നമ്മുടെ നിർവാണ ലൈഫ് പാത്തിനെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അക്രോസ് ദ ഗ്ലോബ്സ് ക്ലൈന്റ് ഉണ്ട്. നമുക്ക് ഓൺലൈനിലും ചെയ്യാവുന്നതാണ്, ഡയറക്റ്റും ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെസ്റ്റിന് നമുക്ക് എത്ര ടൈം എടുക്കും ശരിക്കും? നമുക്ക് ആക്ച്വലി ടെസ്റ്റ് എടുക്കാനായിട്ട് ഒരു 10 to 15 മിനിറ്റ്സിന്റെ ടൈമേ ആവശ്യമുള്ളൂ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 hours പ്രൊസീജിയർ ആണ് വരും. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ പാരന്റ്സിനെയും കുട്ടികളെയും അഡൽട്സ് ആണെങ്കിൽ അഡൽസിനെ എത്തിയിട്ട് അവരെ എല്ലാം കൗൺസിൽ ചെയ്ത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു കൗൺസിലിംഗോ അല്ലെങ്കിൽ ഒരു കപ്പിളുമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമല്ല, നമ്മൾ കൗൺസിലിംഗ്സും തെറാപ്പി, റിലേഷൻഷിപ്പ് തെറാപ്പീസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇഷ്യൂസ് ഉള്ള ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും വലിയ പ്രശ്നങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇത് കൂടാതെ നമ്മൾ എപ്പോഴും പറയും മൈൻഡ് ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം ബോഡി. നമ്മൾ മനസ്സിന് വേണ്ടിയും ശരീരത്തിന് വേണ്ടിയും ആയുർവേദവും കൂടെ നമ്മൾ നിർവാണ ലൈഫ് പാത്തിൽ ചെയ്തിട്ടുണ്ട്. ലേഡീസിനും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ്. അപ്പൊ അത് നമ്മുടെ ഡോക്ടർ ജിഷ്ണ മാം ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഡോക്ടറോട് നമുക്ക് ചോദിക്കാം. ഡോക്ടറെ, നമുക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് ശരിക്കും ആയുർവേദത്തിലേക്ക് കണക്ട് ആയി വരുന്നത്? ആയുർവേദത്തില് എന്നല്ല, അല്ലെങ്കിൽ ഇപ്പൊ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം നമുക്ക് ഫിസിക്കലിയും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് എപ്പോഴും പെയിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് നമ്മളിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് എന്തെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് സ്റ്റിൽ ആ പെയിൻ നിൽക്കുന്നുണ്ടാവും. ഇപ്പോഴാണ് അത് കുറച്ചും കൂടി മെന്റൽ ഹെൽത്തിനെയും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ആങ്സൈറ്റി ഉള്ളവർക്ക് ഡൈജഷൻ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഡിപ്രഷൻ ഉള്ളവർക്ക് നമുക്ക് ഫിസിക്കലി അതിനൊരു സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പൊ ഇതിനോട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോ മെഡിസിൻ ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിലും ചെയ്യുന്നത്. ശരിക്കും എന്തിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് ഡോക്ടറെ ചെയ്യുന്നത്? നമ്മളിവിടെ ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, ഓവർ തിങ്കിങ്, ഇതൊക്കെ എപ്പോഴും എല്ലാ കാലത്തും ഉള്ളതാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കേസസ്, പിന്നെ PCOD, ഫൈബ്രോയിഡ്, അങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ഇമോഷണൽ ഇംബാലൻസ്. നമുക്കത് എത്ര നാളുകൊണ്ടായിരിക്കും ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര സിറ്റിങ്ങോ? നമ്മൾ ട്രീറ്റ്മെന്റ്സ് ആയുർവേദ തെറാപ്പി കൊടുക്കുന്നത് ഒരു 7 ദിവസം മുതൽ നമ്മൾ 14 ദിവസത്തെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ 28 ഡേയ്സ് വരെയും ട്രീറ്റ്മെന്റ്സ്. ദൂരെയുള്ളവരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ? നമുക്ക് ഇവിടെ IP ഇല്ല, പക്ഷെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവരിലുണ്ടാകുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ബിഹേവിയറൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഇതിനെല്ലാം നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ്സിൽ കൂടെ നമ്മൾ അധികം ഓക്യുപേഷണൽ തെറാപ്പീസ് ആണ്
കൊടുക്കാറ്. അപ്പൊ അതേ സെയിം എഫക്ട് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ എഫക്ട് കിട്ടുന്ന ആയുർവേദ ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മളോട് ചെയ്യുന്നുണ്ട്. അതെ അതെ തീർച്ചയായും. ഇപ്പൊ ഈ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാകുന്ന ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന സ്ത്രീകളില് ക്ഷീണം, അതുപോലെ തന്നെ ഇപ്പൊ ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്, ഫിസിക്കൽ അപ്പിയറൻസിൽ ചേഞ്ചസ് വരാറുണ്ട്, ഒരുപാട് വണ്ണം വെക്കുക, അല്ലെങ്കിൽ ചിലർ വണ്ണം കുറയും. ഇപ്പൊ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവരിൽ തന്നെ രണ്ടും കാണാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസസ് ഇപ്പൊ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാതെ തന്നെ കിടന്നുറങ്ങിയാലും രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകാരണമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസസ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഇവിടെ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഡെയിലി ലൈഫിൽ എല്ലാവരും തിരക്കിട്ട് നടക്കുകയാണ്. അപ്പൊ ഒരു വൺ ഡേ റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായും ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് വൺ ഡേ റെജുവിനേഷൻ പാക്ക് ഉണ്ട്. അതായത് ഇപ്പൊ ഈ ജോലി സംബന്ധമായ ഇപ്പൊ എല്ലാവർക്കും സ്ട്രെസ്, ഒരുപാട് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ റെജുവിനേഷൻ പാക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്കും അങ്ങനെയും വന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ പരമാവധി ആൾക്കാർ യൂസ് ചെയ്തു. നിർവാണ ലൈഫ് പാത്ത്, ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെ? നമ്മുടെ ഇത് വരുന്ന കാക്കനാട്ടാണ്, സീപോർട്ട് എയർപോർട്ട് റോഡ്. അപ്പൊ ഈ ഏത് സ്ഥലത്തുള്ളവർക്കും നമുക്ക് ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് അക്രോസ് ദ ഗ്ലോബ് ക്ലൈന്റ് ഉണ്ട്. നമുക്ക് നമ്പർ കൊടുത്തേക്കാം. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീൽ ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പരമാവധി ആൾക്കാർക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുത്തേ.